Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞു? ഇല്ല, കഴിഞ്ഞിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ജോയിൻ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട്. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയുയർത്തും കാലം. അതിരുകളില്ലാത്തരുവികളായി വന്നൊഴുകാം വലിയൊരു പുഴയാകാം. കഥകൾ പറഞ്ഞും കരളു പകത്തും തമ്മിൽ തണലായി മാറിയിടാം. തള്ളണമിനിയും മുള്ളുകൾ പലതും കൊള്ളാം എന്നതു കേട്ടിടാം. നിറയട്ടെന്നും മാനവഹൃത്തുകൾ നമ്മൾ തെളിച്ച വെളിച്ചത്താൽ. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയുയർത്തും കാലം. നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു തീം സോങ് പോലെ തോന്നി. ഈ നാഷണൽ സർവീസ് സ്കീം ഉണ്ടല്ലോ, NSS, അവർക്കൊക്കെ ഒരു തീം സോങ് ഇല്ല, അതിന്റെ ഒരു ടോണൊക്കെ പോലും. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇനി തോട്ട്സ്, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇവന്റ്സ് അതിനെ പറ്റി പറയാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ്. ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? മോണ്ടിസോറിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടീച്ചർ പറഞ്ഞു. പിന്നെ ഞങ്ങളെ സിലബസിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസ് എടുത്തു തുടങ്ങിയില്ല? ഇല്ല, ക്ലാസ് ആയിട്ട് മറിയ മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞു എന്നല്ലാതെ ക്ലാസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് വീക്ക് ഞാൻ ലീവായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്റെ ക്ലാസ്? 2 വീക്ക് ലീവ് ആയിരുന്നല്ലോ, ഒരു പ്രാവശ്യമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു നമ്മുടെ കോഴ്സിനെ കുറിച്ചും അതിന്റെ ഫൗണ്ടറിനെ കുറിച്ചും എന്താണ് ഈ മെത്തേഡ് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. നമ്മളിവിടെ ശരിക്കും ചെയ്യുന്നത് നമ്മളെ തന്നെ ആദ്യം തിരിച്ചറിയും, നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞ് എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹം ഉണ്ട്, അതിന് ശ്രമിക്കുന്നവരാണ് മുന്നോട്ട് ശരിക്കും പോവുകയുള്ളൂ, മറ്റുള്ളവർക്ക് വഴികാട്ടികളാവുകയും ചെയ്യുള്ളൂ. അതേസമയം നമ്മളിൽ മാറ്റങ്ങളൊന്നും വരത്തില്ല, ഞാൻ ഇങ്ങനെ കൊന്നെ പോകും എന്നൊരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഡെവലപ്മെന്റും ഉണ്ടാവില്ല, മറ്റുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. എല്ലാ മനുഷ്യരും ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലെ കുറവുകളൊക്കെ അങ്ങനെ കണ്ടെത്താനായിട്ടൊക്കെ നോക്കും, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനൊക്കെ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളെ ജഡ്ജ് ചെയ്യാൻ നോക്കണം. എനിക്ക് എവിടെയെങ്കിലും കുറവുകളുണ്ടോ, എന്റെ വീക്ക്നെസ് എന്താണ്, അതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ, എന്റെ സ്ട്രെങ്തിനെ എനിക്ക് കുറച്ചുകൂടെ മൂർച്ച കൂട്ടാൻ പറ്റുമോ, കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അത് ഞാൻ എങ്ങനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും, ആ പൊട്ടൻഷ്യൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ പലരും ഈ ഒരു കോഴ്സ് ചിലപ്പോ കുറച്ച് ബ്രേക്ക് ആയിട്ട് അങ്ങനെ വന്ന് ജോയിൻ ആയവരുണ്ടാകാം, അല്ലെങ്കിൽ ടീച്ചർമാരുണ്ടാകും ഈ ഒരു കോഴ്സും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷൻ കുറച്ചുകൂടെ ഷേപ്പ് ആകും, നല്ല ഭംഗിയാവും. അപ്പൊ അങ്ങനെ വിചാരിച്ച് ജോയിൻ ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ടീച്ചർ ആകണം എന്ന് നല്ല ആഗ്രഹം തോന്നി ശരിക്കും അതിന് പോകാൻ പറ്റാതെ അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തവരുണ്ടാകും. പിന്നെ ചിലപ്പോ സമയം എനിക്ക് കുറച്ചൊന്ന് ലൈവ് ആകണം, എനിക്ക് കുറച്ചൊന്ന് ആക്റ്റീവ് ആകണം, അങ്ങനെ വിചാരിച്ച് ജോയിൻ ചെയ്തവരുണ്ട്. അങ്ങനെ പല പല സിറ്റുവേഷനിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്തവരായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും, ഇപ്പൊ ചിലരുടെ ചേച്ചിമാര് നിർബന്ധിക്കും, നീ ഇത് പഠിക്കൂ എന്നും പറഞ്ഞിട്ട് അവരുടെ ഒരു സപ്പോർട്ടുള്ള അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്നവരും ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും വന്നത് ഓരോ കാര്യത്തിനാണെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മളിൽ മാറ്റം വരാൻ പോവുകയാണ്.
ആ മാറ്റം പുറത്തേക്ക് അതിന്റെ നമ്മളൊരു റൂമിൽ, ഇരുട്ടുള്ള റൂമിലൊരു വിളക്കോ മെഴുകുതിരിയോ എന്തെങ്കിലും ഒന്ന് വെളിച്ചമുള്ള എന്തെങ്കിലും കത്തിച്ച് വെക്കുമ്പോ പെട്ടെന്ന് തന്നെ ആ റൂമിലെ ഇരുട്ട് കുറയുന്നതായി തോന്നും. പക്ഷെ ഇരുട്ട് കുറയുകയല്ല ചെയ്യണത്, അവിടെ മുഴുവൻ വെളിച്ചം അങ്ങ് ഫില്ലാവുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ടീച്ചേഴ്സ് തന്നു വരും. അപ്പൊ നമ്മൾ കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാത്തത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. പ്രെയർ നമ്മൾ ചെയ്യുന്ന തുടങ്ങി എല്ലാം അതിൽ വരും. ഒരു ദിവസം ഒരു തോട്ട്, ഒരു ചിന്ത, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിന്റെ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവുമായിരിക്കും. നമ്മളുടെ ഏതെങ്കിലും എമിനന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി, ചരിത്രത്തിൽ ഇടം നേടിയ ഏതെങ്കിലും ഒരു പ്രതിഭ, അവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും കാണും. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എല്ലാവർക്കും കൂടെ ആ ഒരു അറിവ് കിട്ടുവാണല്ലോ. ഒരു ചെറിയൊരു തിരുനാളായിരിക്കും, പക്ഷെ അതിന്റെ പ്രകാശം വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് പ്രകാശം പരത്താം. ഇരുട്ട് പരത്തുന്നതിനേക്കാൾ പ്രകാശം പരത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ മോട്ടീവ് അത് തന്നെയായിരുന്നു. അവർക്ക് ലോകം മുഴുവനും പ്രകാശം പരത്തണമെന്നായിരുന്നു. അവരുടെ വീടിന് ചുറ്റുപാടോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന കൊച്ചു സ്ഥലമോ മാത്രമല്ല അവർ മനസ്സിൽ വന്നത്. എൻറ്റയർ യൂണിവേഴ്സിൽ അവർ ട്രാവൽ ചെയ്തു, എൻറ്റയർ വേൾഡിൽ അവർ ട്രാവൽ ചെയ്തു. അപ്പം എല്ലായിടങ്ങളിലും അവരുടേതായ കുറേ കാര്യങ്ങൾ അവർ സ്പ്രെഡ് ചെയ്തു. പിന്നെ അവർക്കൊരു നോളജ് കിട്ടിയത് അവരുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നില്ല, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുത്തു. കുറേ ടീച്ചർമാരെ അവർ ട്രെയിൻ ചെയ്തു. അതാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ്. മാക്സിമം എവിടങ്ങളിൽ വരെ എത്താം അവിടേക്കൊക്കെ അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു. അതാണ് ഡോക്ടർ മോണ്ടിസോറി ചെയ്തത്. അപ്പൊ ആ മോണ്ടിസോറിയുടെ പാത പിന്തുടരുന്നവരാണ് നമ്മൾ ഒട്ടും കുറയ്ക്കരുത്. നമ്മളുടെ എയിം അതായിരിക്കണം. നമ്മുടെ ആദ്യം വീട്ടിൽ തുടങ്ങണം. വീട്ടിൽ, നമ്മുടെ നൈബർഹുഡ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്ത്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ മുഴുവനും ഒരു ടീച്ചർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് അല്ലെ. റിട്ടയർ ആയി കഴിഞ്ഞാലും ടീച്ചറിന് തന്നെയുള്ള ഒരു വിളി തന്നെയായിരിക്കും ആ ടീച്ചർക്ക് കിട്ടുന്നത്. ആ ടീച്ചർക്ക് കിട്ടുന്ന വലിയൊരു ബഹുമാനം എന്ന് പറയുന്നത് റെസ്പെക്ട്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ കുറെ ടീച്ചർമാരും കുറെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കുറെ പേഴ്സണാലിറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു മോർ ദാൻ 15 to 20 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ, CBSE സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചർ അങ്ങനെ ഭയങ്കര സ്ട്രിക്ട് ടീച്ചറൊന്നുമില്ല, കുട്ടികളോട് ഭയങ്കര കാര്യമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഇടപഴകുന്നതും ടീച്ചിങ് ജോലി വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പൊ ഈ ടീച്ചർ ഇങ്ങനെ 10ാം ക്ലാസ്സിൽ, അതായത് CBSE കുട്ടികൾക്ക് 10th എക്സാം ഒക്കെ നടക്കുവാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 2 weeks ബാക്ക് ഉള്ള കാര്യമാണിത്. അപ്പൊ പരീക്ഷയുടെ അവരെ മോഡൽ എക്സാം എഴുതലും അങ്ങനെയുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ടീച്ചർക്ക് 10ാം ക്ലാസ്സിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ കുട്ടികളെല്ലാം ഇരുന്ന് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വർത്താനം പറയാം, ആരും പഠിക്കുന്നൊന്നുമില്ല. ടീച്ചർക്ക് കണ്ടപ്പോ തന്നെ എന്തോ തോന്നി, കാരണം പരീക്ഷ അടുത്ത് നിൽക്കുവാണല്ലോ. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്താ പിള്ളേരെ നിങ്ങൾ പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിലൊരു പയ്യൻ എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, അല്ലേ നീ ആരാടി ചോദിക്കാൻ, നീ ആരാടി ഇതിൽ ഇടപെടാൻ അങ്ങനെ ചോദിച്ചു. ടീച്ചർ ഞെട്ടിപ്പോയി എന്ന് പറയാ. കാരണം അത്രയും വർഷം അവിടെ പഠിപ്പിച്ചിട്ട് ഒരു കുട്ടിയുടെ റെസ്പോൺസ് ആയിരുന്നു. ടീച്ചർ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ടീച്ചർ എന്താ നിങ്ങൾ പഠിക്കാത്തതെന്ന് ചോദിച്ചോളൂ. അതിന് ആ കുട്ടി ചോദിച്ചതാണ്, നീ ആരാടി അത് ചോദിക്കാനോ അങ്ങനെ എന്തോ ചോദിച്ചു. ടീച്ചർ ഭയങ്കര ഷോക്കായിപ്പോയി. പക്ഷെ കുറെ നേരം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. സംയമനം പാലിച്ചു. എന്നിട്ട് ടീച്ചർ ഒരിക്കലും പിള്ളേരെല്ലാം കൂടെ വന്ന് ടീച്ചറുടെ മുന്നിൽ ടീച്ചറെ പൊരാവ് ചെയ്യുന്ന പോലെ, തടയുന്ന പോലെയൊക്കെ നിന്നു. ടീച്ചർ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോറിറ്റീസിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞു. ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്നത് മാനേജ്മെന്റിന്റെ മുന്നിൽ റെസിഗ്നേഷൻ കൊടുക്കാനാണ്. അങ്ങനെ ടീച്ചർ റിസൈൻ ചെയ്തിട്ട് പോകും. TV ഒക്കെ കാണാറുള്ളവരാണെങ്കിൽ, ഞാൻ കാണാറില്ല. അപ്പൊ അവിടെ ഷെയർ ചെയ്ത വേറൊരു കാര്യമാണ്, ഫ്ലവേഴ്സ് ചാനലിന് കഴിഞ്ഞ ദിവസം ഒരു തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഈ ശ്രീകണ്ഠൻ നായർ ഹോസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഈ ടീച്ചറെയും ആ ഗ്രൂപ്പിൽ തന്നെയുള്ള വേറൊരു ടീച്ചറെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഒരു ഇൻവിറ്റേഷൻ അവർക്ക് കിട്ടിയിരുന്നു എഡ്യൂക്കേഷന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടീച്ചർക്ക് ഉണ്ടായ ഈ അനുഭവം പറയണം എന്ന് കരുതിയാണ് ആ പ്രോഗ്രാമിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഇങ്ങനെ ടീച്ചർ പറഞ്ഞെങ്കിൽ നല്ല രീതിയിൽ ആ പ്രോഗ്രാമിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റി നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് ടീച്ചർ പറഞ്ഞില്ല. കാരണം ടീച്ചേഴ്സ് സൈഡിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട്, സ്റ്റുഡൻസിന്റെ സൈഡിലും കുറെ പേര് ഇരിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ വരുമ്പോഴേക്കും രണ്ടുപേരും മെയിൻ ഫാക്ടേഴ്സ് ആണല്ലോ, ടീച്ചർമാരും കുട്ടികളും ആണല്ലോ. കൂടുതൽ കണക്റ്റഡ് ആവുന്നതാണല്ലോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചർ നോക്കുമ്പോൾ ടീച്ചറുടെ അടുത്ത് അങ്ങനെ സംസാരിച്ച ആ പയ്യനും
ഇത് സ്റ്റുഡൻസിന്റെ ആ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്നു. അത് കാരണം ടീച്ചർ പറഞ്ഞില്ല. അപ്പൊ ടീച്ചർ പറയുകയാണ് യൂണിവേഴ്സ് എന്നെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഇൻസിഡന്റ് അവിടെ പറയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവനെ മുന്നിൽ കൊണ്ടുവന്നത്. എന്തായാലും ടീച്ചർ അത് അവിടെ അത് ഡിസ്ക്ലോസ് ചെയ്തില്ല. പക്ഷെ അവർക്ക് ഭയങ്കര സമാധാനമായിരുന്നു. അവരിപ്പോ കരിയർ ഗൈഡൻസിന്റെ മെന്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. ഒരു സർവീസ് പോലെ കുട്ടികൾക്ക് എന്താണ് അവരുടെ ബെസ്റ്റ് കരിയർ, അത് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഇതിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റിസൈൻ ചെയ്തെങ്കിലും ആ വേദനയോട് കൂടിയാണ് അവർ റിസൈൻ ചെയ്തത്. അവർ പോയി വീട്ടിൽ പോയി വെറുതെ വാതിലടച്ചിരുന്നില്ല. അവർ അപ്പൊ തുടങ്ങി അടുത്ത മേഖലയിലേക്ക് പ്രവർത്തനം തുടങ്ങി. കുട്ടികൾക്ക് വഴികാട്ടിയാകുക എന്നുള്ള രീതിയിൽ അവരുടെ ജോലി, അവരുടെ സാധ്യതകൾ മനസ്സിലാക്കി അവരേത് പ്രൊഫഷനിലേക്ക് തിരിച്ചുവിടണം, അതിനനുസരിച്ചുള്ള ഏത് കോഴ്സ് അവർക്ക് എടുക്കാൻ പറ്റും അതിലേക്ക് ആ ടീച്ചർ മാറുകയാണ് ചെയ്തത്. ആ കോഴ്സ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവം ഇങ്ങനെ കേട്ടപ്പോ ഒന്ന് പറഞ്ഞു. ആസ് എ ടീച്ചർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. നമ്മുടെ മുന്നിൽ ചെറിയ മക്കളാ വരുന്നത്, 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളാണ്. അപ്പൊ അവര് പല പെരുമാറ്റത്തിനും 2 ഫാക്ടേഴ്സ് കാരണമാകും. ഒന്ന്, അവര് വളരുന്ന സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ അവര് നല്ല അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, ശരിയായ രീതിയിൽ അവർക്ക് വളരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളതായിരിക്കും. അടുത്തുനിന്ന് വരുന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ ചെറിയ ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഹെറിഡിറ്റി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പൊ ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നത് ഈ 2 ഫാക്ടേഴ്സും കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതാണ്. അപ്പോ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹെറിഡിറ്റി ആയിട്ട് വന്ന കാര്യങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുട്ടി വളരുന്ന സാഹചര്യത്തെ നമുക്ക് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഹെറിഡിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ നമുക്ക് ലഘൂകരിക്കാം, എഫക്റ്റ് കുറയ്ക്കാം എന്നാണ് മറിയ മോണ്ടിസോറി കണ്ടെത്തിയത്. അത് ശരി തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ വളരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തുക. വളരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ കണക്ട് ചെയ്യുന്ന 3 ഏരിയകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. വീട്, സ്കൂള്, സൊസൈറ്റി. സ്കൂളിലെത്താൻ ഒരു 3 വയസ്സ് 3.5 വയസ്സെങ്കിലും എടുക്കും. സ്കൂള് പോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഈവൻ അംഗൻവാടി ആണെങ്കിലും എത്താൻ. അതുവരെയും കുട്ടി വീട്ടിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് വീട് തന്നെയാണ് അല്ലെ. വീട്ടിലാണ് ശരിയായ ഒരു എൻവയോൺമെന്റ്, സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടത്. ശരിയായ രീതിയിൽ നമ്മൾ പറയില്ലേ, ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ, ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ഒരു സാഹചര്യം ചുറ്റുപാടിൽ വളരണം. അവിടെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരണം. തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോട്ടെ, പറയൂ. ഞാൻ ആദ്യം കുറെ പ്രശ്നം ചോദിച്ചിരുന്നു. ഓക്കെ, നൗറിൻ പറയും. If you want to shine like a sun, first burn like a sun. Dr. APJ Abdul Kalam. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. വരുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ, അവരെന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനുള്ള കാരണങ്ങൾ നമ്മൾ തേടി പോകേണ്ടതുണ്ട്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ മാത്രമല്ല, ഒരു വീട്, ഒരു ഫാമിലി, ആ കുട്ടിയുടെ കെയർ ഗിവേഴ്സ്, പാരന്റ്സ് ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു വലിയൊരു സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ കമ്മിറ്റ്മെന്റ് നമ്മൾ എപ്പോഴും ഓർക്കണം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് പാർട്ട് 1, അതായത് മോഡ്യൂൾ 1ന്റെ പാർട്ട് 1 ആണ് ടീച്ചേഴ്സ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഹെൽപ്പ് തരണം. മോഡ്യൂൾ 1ന്റെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് അശ്വതി മിസ് എടുത്തോ? മോഡേൺ കൺസെപ്റ്റ് ഓഫ് എടുക്കുന്നുണ്ട്. യെസ്, അതിന്റെ കണക്റ്റഡ് ആണ്. 2ാമത്തെ യൂണിറ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 2, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ ഹെൽത്തിനെ കുറിച്ചും ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചും വെൽനെസിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. സമയത്ത് ഭക്ഷണം കഴിക്കണം, സമയത്ത് ഉറങ്ങണം, ഇതെല്ലാം അതിൽ വരും. പിന്നെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഫുൾ ടൈം ഇങ്ങനെ ടിവിയുടെ മുന്നിലോ കിടന്നോ ഇരുന്നോ ഒക്കെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല ശരിക്കും. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ പ്രായം, ഇതിനെല്ലാം അനുസരിച്ച് ഉള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കൗട്ട് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കണം. അത് വീട്ടിനകത്തോ, ചിലര് ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നവരുണ്ട്, ചിലര് നടക്കും, ചിലര് ഓടും, ചിലര് സ്കിപ്പിംഗ് അത് ചെയ്യും, ചിലര് ഇത് നീന്തും.
അല്ലെ? നല്ലൊരു എക്സസൈസ് ആണ് നീന്തല്. നടുവേദനയൊക്കെ ഉള്ളവരൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ നല്ലൊരു ബോഡി ഫിഗർ നന്നാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നീന്തല്. ഓക്കെ, അതൊരു നല്ല എക്സസൈസ് ആണെന്ന് പറയും. അതുപോലെ പല രീതിയിൽ ചില കുട്ടികൾ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, പിന്നെ ഖോഖോ, അങ്ങനെയൊക്കെയുള്ള കുറെ കളികൾ നമുക്കുണ്ട്. ബാഡ്മിന്റൺ, അങ്ങനത്തെ കുറെ കളികളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം ചെയ്യും. ഇനി ഏത് പ്രായത്തിലുള്ളവർക്കും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ, അതായത് ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ അസുഖങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. നല്ല ഭക്ഷണത്തിനോടൊപ്പം, നല്ല ബാലൻസ്ഡ് ഡയറ്റിനോടൊപ്പം ഫിസിക്കലി ഫിറ്റ്നസിന്റെ ഒരു മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞ മൂന്നാമത്തെ ഏരിയ ആയിരുന്നു വെൽനസ്. അല്ലെ? എന്റെ ഫസ്റ്റ് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് സെക്കൻഡിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ്. വെൽനസ് നമുക്കൊരു ശരിക്കൊരു ആപ്റ്റ് മലയാളം വേർഡ് പറയുവാണെങ്കിൽ നമ്മള് ക്ഷേമം എന്നൊക്കെ പറയുകയും, സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ ചേരുന്നൊരവസ്ഥ. ഓക്കെ, അപ്പൊ അത് ക്ഷേമം എന്നുള്ള രീതിയിൽ അതാണ് വെൽനസ് എന്ന് പറയുന്നത്. അതായത് നല്ല ഭക്ഷണവും ഫിസിക്കലി ഫിറ്റ്നസ്സും മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റണം. ഹാപ്പി ആയിട്ട് നമ്മുടെ എപ്പോഴും നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്, നമ്മളുടെ ആ ഒരു ജീവിത രീതി, ജീവിത നിലവാരം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. പല ഫാക്ടേഴ്സും നമ്മളുടെ വെൽനസിനെ ബാധിക്കും. സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടുവാണെങ്കിൽ ആകെ അസ്വസ്ഥരായിരിക്കും അല്ലെ? ഫിനാൻഷ്യൽ വെൽനസ് നമ്മളെ ബാധിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ ബാധിക്കും. നല്ല പോലെ ഉടുത്തൊരുങ്ങി ഫ്രണ്ടിന്റെ കല്യാണത്തിന് അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും. ഭയങ്കര ഒരു മഴ, നിൽക്കാതെ ഇങ്ങനെ പെയ്യുക മഴ. അപ്പൊ ആകെ അസ്വസ്ഥമാവൂലേ? അപ്പൊ ക്ലൈമറ്റും നമ്മുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്ന റൂമിൽ എനിക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള റൂമാണ്. ശരിക്കും രാവിലത്തെ ഉച്ചൊരു വൈകുന്നേരം വരെ വെയിലടിക്കുന്ന ഒരു റൂമാണ്. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. വേറെ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയ വേറെ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എന്റെ ലൈബ്രറി. അപ്പോ എനിക്കിവിടെ ഫാനും ഉണ്ട്, AC ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ചൂട് വന്നു കഴിഞ്ഞാൽ എനിക്കത് കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും വർക്കിംഗ് അല്ലെങ്കിൽ എനിക്ക് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം ചൂട് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല 5 മിനിറ്റ്. അപ്പം അത് ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ ബാധിക്കുന്നു. അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പോയിട്ടുണ്ടാവും. നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്ന പല ഫാക്ടേഴ്സും ഉണ്ട് എന്നാണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ആരോഗ്യവും ശുചിത്വവും അല്ലെ മലയാളത്തിൽ പറയുവാണെങ്കിൽ, ഇത് ശരീരത്തിന്റെ ആരോഗ്യവും ശുചിത്വമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പേഴ്സണൽ ഹൈജീൻ നോക്കണം, വീട്ടിലെ ഹൈജീൻ നോക്കണം, ഭക്ഷണത്തിലെ ഹൈജീൻ നോക്കണം, ഭക്ഷണം കഴിക്കുന്നതിലെ ഹൈജീൻ നോക്കണം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ആക്ടിവിറ്റീസിൽ ഹൈജീൻ നോക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഹെൽത്തി ആകാനായിട്ട് പറ്റൂ. അപ്പൊ ഹെൽത്ത് എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമാണെങ്കിൽ അതിലേക്കുള്ള മാർഗമാണ് ഹൈജീൻ എന്നുള്ളത്. ക്ലിയർ ആയോ? ഒന്ന് എൻഡ് റിസൾട്ട് ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് ആണ്. അതിലേക്കുള്ള വഴി, മീൻസ്, മാർഗം. രണ്ട് കുറുക്കു വഴികളൊന്നുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ വേയിൽ ജീവിച്ചാൽ മാത്രമാണ് നമ്മൾ ഹെൽത്തി ആകൂ. ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം? വായിക്കാം മാം. യെസ് പ്ലീസ്.
Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, psychomotor, language, etc., are affected by his health. Aristotle's maxim, sound mind in a sound body, is a completely accepted idea. അടുത്തോട്ട് വായിക്കട്ടെ മാം. Health can be defined as one or two sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek goodness of healing, and it means health. The knowledge of on health and hygiene, children to achieve and maintain good health and hygiene habit by themselves as well as the society. ഇപ്പൊ നമ്മള് ഹെൽത്തിനെ പറ്റി നമ്മൾ ജനറലി പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി നമ്മളിപ്പോ ഗ്രോൺ അപ്സ് ആയി, അഡൾട്ട് ആയി, നമ്മളുടെ വളർച്ചയുടെ മെച്ചുറേഷൻ കഴിഞ്ഞു. ഇനി നമ്മളുടെ അല്ലാതെയുള്ള ബുദ്ധിപരമായിട്ടും അല്ലാതെയുള്ള ഡെവലപ്മെന്റ് ഒക്കെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോ ടിൽ ഡെത്ത് വരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നോളജ് ആണ്, നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതായത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബുദ്ധി. അത് കൂടാതെ വേറെ ഏതെങ്കിലും പൊട്ടൻഷ്യൽസ് നമുക്കുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം. പാട്ട് പാടാനുള്ളതോ ഡാൻസ് ചെയ്യാനുള്ളതോ വേറെ ഏതെങ്കിലും ഏരിയയിലുള്ളതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ വളർച്ച എന്നുള്ളത് മെച്യൂരിറ്റി ആകുമ്പോഴേക്കും സ്റ്റോപ്പ് ആകും. അപ്പൊ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാണ്ട് കുട്ടി കുറെ വലുതായിട്ട് അതിന്റെ വളർച്ചയും ഡെവലപ്മെന്റും നോക്കാന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോ, ഗർഭപാത്രത്തിലായിരിക്കുമ്പോ തുടങ്ങി കുട്ടിയുടെ വളർച്ചയെ പറ്റി നമ്മൾ കൺസേൺ ആയിരിക്കും. ആക്ച്വലി വോമ്പിലായിരിക്കുമ്പോൾ തുടങ്ങിയെന്നല്ല, ആ ഒരു പ്രോസസ്, ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആകാൻ പോകുന്ന പാരന്റ്സ് ആ ഒരു സമയത്ത് തന്നെ അവർ വളരെ ഹാപ്പി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതും ആ ഒരു കൺസീവ് ചെയ്യുന്ന ആ സമയത്ത് അതിനെയും ബാധിക്കും എന്നാണ് പറയുന്നത്. ഒരാൾ ഉപദ്രവിച്ച്, ഒരു സ്ത്രീയെ ഉപദ്രവിച്ച്, മദ്യപിച്ച് വന്ന് ഉപദ്രവിച്ച്, അങ്ങനെ ബലം പ്രയോഗിച്ച് അങ്ങനെ ആ രീതിയിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയെ പ്രഗ്നന്റ് ആവാന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് വെരി സാഡ് അല്ലേ. അത് വളരെ, അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായത്. അതേസമയം അവരുടെ സ്നേഹവും കരുതലും എല്ലാം അങ്ങനെ നല്ലൊരു നിമിഷത്തിൽ ഒരു ജീവന്റെ തുടുപ്പുണ്ടാകുന്നത് തന്നെ അവിടെ തുടങ്ങി തന്നെ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് അച്ഛനും അമ്മയും ആകാൻ തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല അടുത്തും കല്യാണത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കും അല്ലേ. ചിലരത് വളരെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യും, ചിലര് അത് കൊടുക്കുന്നവർ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. ചിലയിടങ്ങളിൽ എന്തോ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടിയിട്ട് ധൃതി പിടിച്ചു വന്ന് അറ്റൻഡ് ചെയ്ത് പോകുന്ന കപ്പിൾസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് നല്ലൊരു പാരന്റിങ്, കോൺഷ്യസ് പ്രഗ്നൻസി ആൻഡ് കോൺഷ്യസ് പാരന്റിങ് എന്നുള്ളതും നിർബന്ധമാക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഒരു കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും. പ്രീനേറ്റൽ കണ്ടീഷൻ, അതായത് പ്രഗ്നൻസിക്ക് മുമ്പുള്ള കണ്ടീഷൻ വരെയും ബാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ അമ്മ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും നടക്കുന്ന പല കാര്യങ്ങളും കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. നമ്മുടെ വീട്ടിലുള്ളവർ പറയില്ലേ, ഹാപ്പി ആയിട്ട് വെക്കണം, സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും പാടില്ല. എന്തുകൊണ്ടാണ് ഇരുട്ടായി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നത്? എന്തെങ്കിലും കണ്ട് പേടിക്കൂ, എന്തെങ്കിലും ഒച്ച കേട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ അതിന് വേറൊക്കെ കഥകളൊക്കെ പറയും. പക്ഷെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം അതാണ്. പെട്ടെന്ന് നമ്മള് ടെൻസ്ഡ് ആയി പോകും. ചിലപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോവും. അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അതും നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതും അങ്ങ് ഞെട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് അവിടെ തുടങ്ങി ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഹെൽത്ത് അങ്ങനെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഫിസിക്കൽ, ശാരീരികമായ ഡെവലപ്മെന്റ്, സോഷ്യൽ, കുട്ടി മറ്റുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്ന സോഷ്യൽ ഡെവലപ്മെന്റ്, ദെൻ കോഗ്നിറ്റീവ്, കുട്ടിയുടെ ബുദ്ധി, ഇന്റലിജൻസ്, നോളജ്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ അഫക്റ്റീവ് സൈക്കോമോട്ടർ, മൂവ്മെന്റ് റിലേറ്റഡ്. കുട്ടിക്ക് പല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാകും അല്ലെ, മസിൽസ് മൂവ് ചെയ്യും. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് രണ്ട് മസിൽസ് ആണ് ഉള്ളത്. കുഞ്ഞിനെ നല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ലാർജ് മസിൽസും സ്മോൾ മസിൽസും. അപ്പൊ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കണം.
സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കണം. അതെന്താന്ന് പറയാം, ലാംഗ്വേജും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ്, കുട്ടി വളരുന്ന ചുറ്റുപാടില് കുട്ടിയോട് നല്ല രീതിയിൽ സംസാരിക്കാൻ, കുഞ്ഞിന് മനസ്സിലായാലും ഇല്ലെങ്കിലും കണ്ടിട്ടില്ലേ ചിലര് കുറേ ഇരുന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും, കുട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇത് മനസ്സിലായിട്ട് കിടക്കുന്ന കുഞ്ഞു പ്രായത്തിലുള്ള മാസങ്ങളുള്ള കുട്ടികളോട് ചില ആളുകൾ അങ്ങനെ സംസാരിക്കും. കുട്ടിയുമായി നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഇടത്തിലാണെങ്കിൽ മാത്രമാണ് കുട്ടിക്ക് ലാംഗ്വേജ് പെട്ടെന്ന് ഡെവലപ്പ് ആവുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ അധികം സംസാരിക്കാതിരിക്കുന്നത്, വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന, അധികം ആരും ഇന്ററാക്ട് ചെയ്യാൻ ആരും ഇല്ലാതിരിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർ സോഷ്യലൈസ് ചെയ്യുകയും ചെയ്യും. അധികം ആളുകളുണ്ട്, ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് വരും. ഓക്കെ, ഈ മൂവ്മെന്റ് റിലേറ്റഡ് പറഞ്ഞു, മോട്ടോ ഡെവലപ്മെന്റ്. ഈ മോട്ടോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള മോട്ടോ ഡെവലപ്മെന്റ് ആണ്, ലാർജ് മസിൽസും സ്മോൾ മസിൽസും. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ലാർജ് മസിൽസ് ആണ്. അത് എങ്ങനെയായിരിക്കും? കുട്ടിയെ നമ്മളത് കിട്ടുമ്പോ തന്നെ കുട്ടി വളരെയധികം ഡിപ്പെൻഡന്റ് ആണല്ലേ, തന്നെത്താനൊന്ന് തല ഉയർത്താൻ പോലും പറ്റില്ല, നമ്മളുടെ ഒരു സപ്പോർട്ട് വേണം. തല ഉറച്ചിട്ടുണ്ടാവില്ല, അതിങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴാണ് ഇവിടെ ഉറയ്ക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡെവലപ്മെന്റ് ഹെഡിന്റെ ഭാഗത്തുനിന്ന് തലയുറച്ചു. പിന്നെ നമ്മൾ പറയണത് കുട്ടി നോക്കി ചിരിക്കാൻ തുടങ്ങി, നോട്ടം ശരിയായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോ എന്തുണ്ടാവും, ഈ മലർന്ന് കിടന്ന് തന്നെ ബോഡി മാക്സിമം മൂവ് ചെയ്യും, ചിലപ്പോൾ കറങ്ങും ഇങ്ങനെ സർക്കിളിലും, കിടത്തിയ പോലെ ആയിരിക്കില്ല കിടക്ക ഉണ്ടാവും. അപ്പൊ ഫുൾ ബോഡിയെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയാം. ഇത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് അല്ലേ, ഫുൾ ബോഡി അങ്ങനെ നീക്കാനായിട്ട് കുട്ടിക്ക് പറ്റും. പിന്നെ കമഴ്ന്ന് വീഴുക, അപ്പോഴും ലാർജ് മസിൽസ് ആണ്. ഫുൾ ബോഡിയെ ടേൺ അറൗണ്ട് ചെയ്യുവാണ്, കമഴ്ന്ന് വീഴുവാണ്, അതെല്ലാം ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. പിന്നെ എഴയുന്നു, ഇരിക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, ഇതെല്ലാം ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് അപ്പോഴും ആയിട്ടില്ല. സ്മോൾ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളിലൊക്കെ സ്മോൾ മസിൽസ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു പേന എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്നതും ഇത് വെച്ച് എഴുതാൻ പറ്റുന്നതിനും കാരണം എന്റെ സ്മോൾ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളില് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 2.5 വയസ്സ് കഴിഞ്ഞ് ഏകദേശം 3 വയസ്സൊക്കെ 2.5 വയസ്സ് കഴിയുമ്പോഴേക്കുമാണ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് പീക്കിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് കുഞ്ഞിന്റെ സ്മോൾ മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു പ്രായത്തിൽ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, മണലിൽ എഴുതിക്കും. ഈ വിരൽ വെച്ച് മണലിൽ അവർ തന്നെ എഴുതുമ്പോൾ ഇവരുടെ ഈ വിരൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. പിന്നെ ക്ലേ കൊടുക്കും, അത്ര ടോക്സിക് അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ്, അതിൽ വരുന്ന ക്ലേ ഉണ്ട്. ക്ലേ വെച്ച് അവർ ഇഷ്ടമുള്ള അങ്ങനെ ഷേപ്പ് ഉണ്ടാക്കും. എന്റെ ഒന്നും ചെറുപ്പത്തിൽ ക്ലേ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. വീട്ടില് അമ്മ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ നമ്മള് പിള്ളേർക്കൊക്കെ ഓരോരോ ഉരുള് വരും. എനിക്കൊക്കെ അത് മനസ്സിലായിട്ടൊന്നും ആയിരിക്കില്ല, നമ്മളൊരു ഭാഗത്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യാൻ. അത് വെച്ച് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കും. അപ്പോഴെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഫിംഗേഴ്സ് ആണ്. ഈ ഫിംഗേഴ്സിൽ സ്മോൾ മസിൽസ് ആണ്, സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഈ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക് എഴുതാനായിട്ട് അറ്റ്ലീസ്റ്റ് പേന അല്ലെങ്കിൽ പെൻസിൽ പിടിക്കാൻ പറ്റുള്ളൂ. പേന ആദ്യം കൊടുക്കില്ല, പെൻസിലാണ് കൊടുക്കുന്നത്. പടം പിക്ചർ കളർ ചെയ്യാനും നമ്മൾ ക്രയോൺസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്ന് കുട്ടി എഴുതാൻ തുടങ്ങുന്നത് പ്രോപ്പറായിട്ട്. ചിലയിടത്ത് വളരെ വിഷമമുള്ള ചില കാഴ്ചകളാണ്. കൈ പിടിച്ച് ഇങ്ങനെ ബലം പിടിച്ച് എഴുതിപ്പിക്കും, കുഞ്ഞിന് നല്ല വേദന എടുക്കും. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ചില കുട്ടികൾ പറയുന്നത് കയ്യിൽ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ പതുക്കെ പിടിക്കുക, എഴുതുന്നത് അവർ തന്നെയായിരിക്കും. അവരൊന്ന് കോൺഫിഡന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അവർ പിന്നെ തന്നെ എഴുതിക്കോളും. സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ബാക്കിൽ പിടിക്കാൻ പറയും, നമ്മൾ പതുക്കെ പിടിക്കും, ഓടിക്കുന്നത് അവരായിരിക്കും. പക്ഷെ അവര് ഓടിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ പതുക്കെ കൈ അങ്ങ് മാറ്റും. പക്ഷെ കുട്ടിയുടെ കാരണം നമ്മൾ പിടിച്ചിട്ടുള്ളത്, അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ അതങ്ങനെ ഓടിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെ എഴുതിപ്പിക്കുന്നത്. പിന്നെ അവർ തന്നെ എഴുതിക്കും. അപ്പൊ റൈറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പ്രീ റൈറ്റിംഗ് എക്സസൈസസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം.
അതാണ് ഈ പറയുന്ന മണ്ണിൽ എഴുതുന്നത്, പിന്നെ ക്ലേ ഉപയോഗിച്ച് അവരിങ്ങനെ ഓരോരോ ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോഴൊക്കെ അവരുടെ ഈ വിരൽസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ 2 രീതിയിലുള്ള മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത്. ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഒരു തല ഉറയ്ക്കുന്നത് തുടങ്ങി അവര് നടക്കാനും ഓടാനും തുടങ്ങുന്നവര്, തലയിന്ന് തുടങ്ങി കാല് വരെ എത്തുന്ന ഡെവലപ്മെന്റ് ആണ് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്. സ്മോൾ മസിൽസ് ഈ ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഞാനൊരു മൂവി കണ്ടിരുന്നു കേട്ടോ, ഇംഗ്ലീഷ് മൂവിയാ, പേര് ഞാൻ പറഞ്ഞു. അതിലൊരു ലേഡി, അവർക്ക് അവരുടെ മോന് 6 വയസ്സിൽ എന്തോ വെച്ചിട്ട് എങ്ങനെയോ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചു പോകും. അങ്ങനെ ആ കുട്ടി മരിച്ചു പോകും. ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി, ഭയങ്കര സങ്കടവും, നീ ജീവിക്കണം എന്ന് ആഗ്രഹമേ ഇല്ല. അങ്ങനെ ഈ മോന്റെ ഓർമ്മയിൽ അവരൊരു വലിയൊരു മലയുടെ മുകളിൽ കയറിയിരിക്കുക. അവിടെ ഒരു സൂയിസൈഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ട് വന്നിരിക്കുവാണ് കേട്ടോ. കാറ് താഴെ പാർക്ക് ചെയ്ത് മലയുടെ മുകളിൽ കയറിയിരിക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ വരും, അവർ അപ്രോച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലി ആയിട്ട് സംസാരിക്കുമ്പോൾ കുറെ കഴിയുമ്പോഴേക്കും ഇവരങ്ങ് ഓപ്പണപ്പ് ആവും, ഇവരുടെ പ്രശ്നങ്ങൾ പറയും. അപ്പോ അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ അയാൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് തോന്നും, ഓ അങ്ങനെ മരിക്കുന്നത് അങ്ങനെ ശരിയായ ഒരു തീരുമാനമല്ല, എനിക്ക് ജീവിക്കണം, മോന്റെ ഓർമ്മകൾ തന്നെ എന്നെ മുന്നോട്ട് ഗൈഡ് ചെയ്യും. അങ്ങനെ ഒരു രീതിയിൽ അവര് താഴെ വന്ന് അവരുടെ കാർ എടുക്കാൻ നോക്കുമ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്നിട്ട് ഒരു കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഇവർക്ക് കാറില് മറ്റേ സൈഡിലൂടെ കയറിയെങ്കിലും കാർ ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ അല്ല, കാറിൽ അവർ കയറിയില്ല, കാറിൽ കയറാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ മുകളിൽ വെച്ച് കണ്ട മനുഷ്യനെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുവാണേ. അപ്പൊ അയാള് ഇവരെ കണ്ടോണ്ട്, ഓ ഇത് എന്റെ കാറാ, ബൈ മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെ പാർക്ക് ചെയ്തത്, ഞാനിപ്പോ മാറ്റി തരാന്ന് പറഞ്ഞ അയാള് കാറിന്റെ അടുത്തേക്ക് വരും. ഇവര് വളരെ ആ ഒരു പ്ലസന്റ് ആയിട്ട് അയാളായിട്ട് കുറെ സംസാരിച്ച് എന്താ കൂളായിരുന്നു. അപ്പൊ അത് കാരണം അവരങ്ങനെ ഇങ്ങനെ അയാളോട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഒരു സിറിഞ്ച് എടുത്തിട്ട് ഇവരെ ഇൻജക്ട് ചെയ്യുക. അങ്ങനെ ഇവരുടെ ബോധം പോയി. അപ്പൊ അത് മരവിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷനാണ്. അപ്പൊ അങ്ങനെ ഇവരെയും കൊണ്ട് അയാൾ പോവാ. അയാൾ ശരിക്കും ഒരു സൈക്കോ ആണ്, ഒരു സീരിയൽ കില്ലറാണ്. ഓൾറെഡി ഇവര് മരിക്കാൻ പോവാണെന്ന് കണ്ടുപിടിക്കാൻ അയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇവരെ പെട്ടെന്ന് കൊല്ലുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. അങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് പോകുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് ബോധം വന്നു. പക്ഷെ ഈ മരുന്നിന്റെ എഫക്ട് കാരണം ഇവർക്ക് മരവിപ്പ്, കൈയൊന്നും ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇയാൾ എവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വണ്ടിയിൽ ഗ്യാസ് ഫില്ല് ചെയ്യാനോ എന്തോ കയറുവാണ്. ഇവർക്ക് കാറിന്റെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഇവര് മോനെ പഠിപ്പിച്ചൊരു ട്രിക്ക് ഇവരുടെ മനസ്സിലേക്ക് വന്നു. അത് മോനെ കൗണ്ടിങ് പഠിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഒപ്പം തന്നെ ഈ വിരലിന്റെ ഡെവലപ്മെന്റും അവർ ഇതായിരുന്നു. 1 2 3 4 5 6 അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്പേഴ്സിന്റെ കൗണ്ട് ചെയ്യിക്കും. അപ്പൊ ഈ വിരൽ ഇങ്ങനെ മൂവ് ചെയ്യുമല്ലോ. അപ്പൊ അവിടെ ഫൈൻ മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ചെയ്യും, കുട്ടിയുടെ വിരലുകളും ഡെവലപ്പ് ചെയ്യും, അവൻ കൗണ്ടിങ്ങും പഠിക്കും, നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിക്കുകയും ചെയ്യും. അവരെന്നിട്ട് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കാണിക്കും. ആദ്യം കുറച്ച് ടഫായിരിക്കും, കാരണം ഫുൾ മരവിച്ചിരിക്കുന്ന കാരണം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല വിരലൊന്നും. അങ്ങനെ കുറച്ച് സമയം കാണിക്കുമ്പോഴേക്കും അവരുടെ കൈക്ക് ഒരു ബലം കിട്ടും. അങ്ങനെ അവർ കാറിന്റെ ഡോറ് തുറന്ന് രക്ഷപ്പെടുന്ന ഒരു സീനാണ്. പിന്നെ കുറെ ചേസിങ്ങും അങ്ങനത്തെ കിട്ടും. അപ്പൊ ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുഞ്ഞുമായിട്ട് ചെയ്ത ആക്ടിവിറ്റി അവരെ ഒരു ഘട്ടത്തില് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലാർജ് മസിൽസിന്റെയും സ്മോൾ മസിൽസിന്റെയും ഡെവലപ്മെന്റ് ആണ്. ലാർജ് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലാർജ് മസിൽസിന്റെ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് മോട്ടോർ സ്കിൽ എന്നാണ് കേട്ടോ. GROSS, ഗ്രോസ് മോട്ടോർ സ്കിൽസ്. സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈൻ മോട്ടോർ സ്കിൽ, മോട്ടോർ MOTOR, ഫൈൻ. ഇത് ആണ് ലാർജ് മസിൽസ് ഡെവലപ്മെന്റും സ്മോൾ മസിൽ ഡെവലപ്മെന്റും പറയുന്ന പേര്. അപ്പൊ ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഇങ്ങനെ എടുക്കാൻ പറ്റും. ഈ കുട്ടികളെ കണ്ടിട്ടില്ല, അവരൊക്കെ ആദ്യമേ കൊടുക്കുന്ന കളിപ്പാട്ടം ഇങ്ങനെ കിലുക്കുന്ന കളിപ്പാട്ടാണ് അല്ലെ, റാറ്റ് കിലുക്കാൻ പറ്റും, അതാ കൊടുക്കുന്നത്. അതിന്റെ പല പല ഉദ്ദേശമുണ്ട്. ഹിയറിംഗ് ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും എടുത്ത് കുലുക്കി നോക്കിയിട്ട്. ഈ കുഞ്ഞ് കമഴ്ന്ന് കിടന്നിട്ട് ഇങ്ങനെ നീന്താൻ തുടങ്ങുമ്പോൾ മുന്നിൽ കാണുന്ന സാധനം ഒക്കെ പറക്കിയെടുക്കുമല്ലേ, അതിന്റെ ഒപ്പം അത് ഈ കിലുക്കാൻ പറ്റി എടുക്കും. പക്ഷെ അധിക സമയം അതിന് കയ്യിൽ പിടിക്കാൻ പറ്റും, അത് അങ്ങനെ താഴെ വീഴും, പിന്നെ എടുക്കും, താഴെ വീഴും. അപ്പൊ ഹോൾഡിങ് കപ്പാസിറ്റി, ഫൈൻ മോട്ടോർ സ്കില്ല്, അതാണ് ഹോൾഡ് ചെയ്ത് കുറെ സമയം ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഗ്രോസ് മോട്ടോർ സ്കില്ലുണ്ട്, ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി, ഫുൾ കൈ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്തു, പക്ഷെ അതിനെ പിടിച്ചുകൊണ്ട് കുറെ സമയം
ഇരിക്കാനായിട്ട് കുട്ടിക്ക് പറ്റുന്നില്ല, ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവാണ്. അപ്പൊ അത് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ഓക്കെ, നമ്മൾ ഹെൽത്തിന്റെ കാര്യം പറയുന്നു, ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞത്. ഇതിൽ നമ്മളുടെ ഒരു ഗ്രേറ്റ് ഫിലോസഫർ പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു തോട്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. സൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ബോധം, നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുള്ളൂ. അതാണ് അതിന്റെ മീനിങ്. ഹെൽത്തി മൈൻഡിന്റെ ഹെൽത്തി ബോഡി എന്ന് പറയുന്ന പോലെ സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്കറിയാം, ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പോളിമാത്ത് ആണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ലൊരു നോളജ് ഉള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അതാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്തിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ യൂണിറ്റ് 1 ഹെൽത്തിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖത്തിൽ നിന്നും ഫ്രീ ആകുന്ന ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ ഒരു അസുഖം ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അപ്പോഴാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അത് പിന്നെ ഒരു നോളജ് ആക്കി വെക്കും. നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു അറിവുണ്ടാകും. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആകുന്നത്. അല്ലാതെ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് കംപ്ലീറ്റ് അല്ല. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആണെന്നെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അവർക്ക് ഒരു സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ അറിവും സ്കില്ലും യൂസ് ചെയ്യണം. അതാണ്, അപ്പോഴാണ് ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ, ഹെൽത്ത് എന്നുള്ളത് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമുക്ക് കിട്ടിയ ഈ അവയർനെസ്, എനിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റി കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഞാനത് എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാത്തിടത്തോളം അത് യാതൊരു റോളും ഇല്ല അല്ലെ. ഞാനത് എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണം, എന്റെ ചുറ്റുപാടും അപ്ലൈ ചെയ്യണം, എന്റെ സുഹൃത്ത് ആ ഒരു ഗ്രൂപ്പില്, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലും എനിക്ക് അറിയാവുന്നിടങ്ങളിലെല്ലാം ഹെൽത്തിനെ കുറിച്ചുള്ള എന്റെ അവയർനെസ് ഞാൻ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഹൈജീൻ എന്നുള്ളത്. ഹൈജീൻ, നമുക്ക് ഗ്രീക്ക് പുരാണങ്ങളിൽ കുറെ ദേവന്മാരും ദേവതകളും ഉണ്ടല്ലേ, പലതും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രീക്ക് ഗോഡസ് ആണ് ഹൈജീൻ. ഹൈജീൻ ഒരു ഗ്രീക്ക് ഗോഡസിന്റെ പേരാണ്. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ് ആണ്. ഇവിടെ അതിൽ കുറച്ച് സെന്റൻസിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഹൈജിയയുടെ സ്പെല്ലിംഗ് HYGIEA, ഹൈജിയ, അങ്ങനെയാണ് നമുക്ക് ഓർമ്മ. HYGIEA, ഹൈജിയ. അപ്പോ ആ ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത് ഈ ഗ്രീക്ക് ഗോഡസിന്റെ പേരിൽ നിന്നാണ്. നെയിം ഓഫ് ഗ്രീക്ക് ഗോഡസ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഈ ഗോഡസിന്റെ അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞു. ഈ അച്ഛൻ എന്തോ മെഡിസിൻ റിലേറ്റഡ് എന്തിന്റെ ഒരു ഗോഡാണ്. ഹൈജീൻ എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതൊരു ഗ്രീക്ക് ഗോഡസിന്റെ പേരാണ്. പേരായ ഹൈജിയ എന്നുള്ള ഒരു ഗോഡസിന്റെ പേരിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വാക്ക് ഡെറൈവ് ചെയ്തത്. ഹൈജിയ എന്നുള്ളതിന്റെ മീനിങ് ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ് എന്നുള്ള രീതിയിൽ, ഹീലിംഗ് മീനിങ് വരുന്ന രീതിയിലാണ് ഹൈജിയ പറയുന്നത്. അപ്പൊ ഹെൽത്തിനെ കുറിച്ച്, ഹൈജീനെ കുറിച്ചുള്ള നോളജ് നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു ഗുഡ് ഹെൽത്ത്, നമുക്കറിയാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ അവർക്ക് ചെറിയ പ്രായത്തിൽ വരും അല്ലെ. അവർ കുറച്ചങ്ങ് വളർന്നു കഴിയുമ്പോൾ, അതായത് നല്ല രീതിയിൽ ഭക്ഷണം, പിന്നെ വാക്സിനേഷൻ ഒക്കെ ആളുകൾ എടുക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രായം എത്തുമ്പോഴേക്കും പിന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി അവരുടെ ബൂസ്റ്റപ്പ് ആവും, ഇമ്മ്യൂണിറ്റി കൂടും. അപ്പം നമുക്ക് ഒരു പ്രായം എത്തുമ്പോഴേക്കും അവർ പിന്നെ അസുഖങ്ങളൊന്നും അങ്ങനെ വരില്ല. അവർ ഭയങ്കര ആക്റ്റീവ് ആവും, സ്പോർട്സിലൊക്കെ കൂടുതലൊക്കെ അങ്ങനെയൊക്കെ കുറെ ഇൻവോൾവ് ആകും. അപ്പൊ ഫിസിക്കലി ഫിറ്റും ഹെൽത്തും ഒക്കെ ഓക്കെ ആയിട്ട് പോകും. നല്ലൊരു ഹെൽത്ത് ഹൈജീൻ ഹാബിറ്റ്സ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും.
ഇനി നമ്മള് ഹെൽത്തിനെ കുറിച്ച് ഇപ്പൊ ഒരു അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു മാക്സിം നമ്മൾ കേട്ടു, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി അല്ലെ. അതുപോലെ തന്നെ കുറെ ഫ്രേസസ് ഉണ്ട്. ഫ്രേസസിന് എന്താ പറയുക, ഉദ്ധരണികളോ അല്ലെങ്കിൽ എന്തല്ലേ മലയാളത്തിൽ പറയുന്നത്, ഹെൽത്ത് ഈസ് വെൽത്ത്, അങ്ങനെ കുറെ ഫ്രേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഹെൽത്തിന്റെ ഒരു ഇങ്ങനെ കേട്ടിട്ടല്ലേ, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും, അത് ഹെൽത്തുമായി കണക്ട് ചെയ്ത് ഒരു ഫ്രേസ് പറയുന്നുണ്ട്. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. ഹെൽത്ത് ഇല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാ, മരിച്ചതിന് തുല്യം എന്ന് പറയുന്നത്. ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് കണ്ടെത്തി കളക്ട് ചെയ്ത് എഴുതിക്കൊണ്ടുവരിക. ഒരു ബുക്കോ ഡയറിയോ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിലേക്ക് യൂണിറ്റ് 2 എഴുതിയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, എന്നിട്ട് അങ്ങനെ കിട്ടുന്ന ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടുന്ന ഫ്രേസസ് എഴുതി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ അതൊന്ന് വായിക്കാം, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ റിപ്പീറ്റേഷൻ തന്നെയായിരിക്കും, നോ പ്രോബ്ലം. ക്ലിയർ ആയോ ആക്ടിവിറ്റി? ക്ലാസ്സില് ഡീറ്റെയിൽസ് ബ്രീഫ് ചെയ്യുന്നവരെ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിലൊന്ന് പറഞ്ഞേക്കും. ഇത് ബുദ്ധിമുട്ടിക്കാനൊന്നുമല്ല, ജസ്റ്റ് നമുക്കപ്പൊ കുറെ ഹെൽത്തിനെ കുറിച്ചുള്ള ഫ്രേസസ് കിട്ടുമ്പോഴേക്കും നമുക്ക് ഭയങ്കര കുറെ കൂടെ ക്ലിയർ ആകും എന്താണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ചില പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ പഴഞ്ചൊല്ലുകളൊക്കെ ഇട്ട് പറയുന്നുണ്ട് ഓരോന്ന്, അതിലൊക്കെ ചെറിയൊരു മെസ്സേജോ ഒരു മോറൽ വാല്യൂ ഒക്കെ ചിലപ്പോൾ കാണില്ലേ. അതുപോലെ തന്നെ ഇത് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് അതൊന്ന് കളക്ട് ചെയ്തിട്ട് എഴുതിക്കൊണ്ടുവരും. ക്ലാസ്സിൽ വായിക്കാൻ പറ്റുന്നവര് ക്ലാസ്സിൽ വന്ന് വായിക്കും. മാം ഇംഗ്ലീഷിലല്ലേ? ഇംഗ്ലീഷില് കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് സെർച്ച് ചെയ്താൽ കുറെ കിട്ടും. നമുക്ക് നല്ല പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഫ്രേസസ് ഒക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണല്ലേ. നമ്മളുടെ വീട്ടില് നമ്മൾ എല്ലാവരുടെയും ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരിക്കും. നമ്മളുടെ ഹെൽത്ത്, കുട്ടികളുടെ ഹെൽത്ത്, ഫാമിലിയുടെ, ഫ്രണ്ട്സിന്റെ, കൊളീഗ്സിന്റെ, എവിടെയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഹെൽത്ത്. ഒരു ദിവസം ലീവ് എടുത്തു, നമ്മൾക്കപ്പോ ഒരു വേഗം വിളിക്കും, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കും. ഇല്ലോ വീട്ടിൽ ആരെങ്കിലും ഓഫീസിൽ നിന്ന് വൈകിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിരിക്കും അവരോട് ചോദിക്കും. ഇങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ക്ഷീണം മാറാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ആണ്, അല്ലാതെ അസുഖങ്ങളുടെ ആബ്സെൻസ് മാത്രമല്ല. ശരിക്കും WHO ഒരു ഡെഫിനേഷൻ ആണിത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എല്ലാം കൂടി വരുന്ന ഒരു അവസ്ഥയാണ്, നല്ല രീതിയിൽ വരുന്ന ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അസുഖങ്ങളില്ലാതെ, രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ്, അതാണ് നെക്സ്റ്റ്. ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് 6 പോയിന്റ്സ് ഉണ്ട്. അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കാം മാം. Scope of health education. Health education includes the following subjects: knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clear water, fresh air, proper rest, physical exercise, recreation, sleep, bad habits like smoking, drinking, and taking drugs and their evil effects on the earth with the build and mental damage caused to individuals as well as the society, cause of various illness and means of their prevention, mental health, domestic hygiene, community hygiene, sex hygiene, etc. The importance of first aid is necessity. The knowledge acquired by the health education can be applied in school life, personal, community life. ഓക്കെ, സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത് അല്ലെ.
ഇതിന്റെ സ്കോപ്പ് എവിടെയൊക്കെയാണ്? അപ്പൊ നമുക്ക് ശരിക്കും സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ റിയലൈസ് ചെയ്യിക്കുക, അവർക്കൊരു അവയർനെസ് കൊടുക്കുക, ഹെൽത്തിന്റെ വാല്യൂ, അതിന്റെ പേഴ്സണൽ അതുപോലെ തന്നെ സോഷ്യൽ ഇമ്പോർട്ടൻസ് അതവരെ മനസ്സിലാക്കി കൊടുക്കുക. വാല്യൂ ഓഫ് ഹെൽത്തും അതിന്റെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഏത് ടൈപ്പ് ഭക്ഷണം കഴിക്കണം, നോളജ് അബൌട്ട് ഫുഡ് ഐറ്റംസ്, ഏത് ടൈപ്പ് ഭക്ഷണം കഴിക്കണം, അത് ഏത് സമയത്ത് കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം. ഇപ്പൊ നിങ്ങൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ ചാപ്റ്റർ എടുത്തോന്ന് എനിക്കറിയില്ല, അതിൽ നമുക്കറിയാം വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ഫാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കാൽസ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതൊരളവില് നമ്മളുടെ ബോഡിയിലേക്ക് വേണം. അതിന്റെ ഡെഫിഷ്യൻസി നമ്മളുടെ പല രോഗാവസ്ഥകൾക്കും കാരണമാകും. കാൽസ്യം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന് പ്രശ്നമാവും, അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരും. അയണൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ച, അന്നി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അങ്ങനെ ഓരോന്നും നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് അതിൽ കിട്ടും. അപ്പൊ നമ്മൾക്കറിയാം ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏത് കൂടുതൽ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെയുള്ള എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, അത് ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഇതെല്ലാം നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അഷ്വറൻസ് ഓഫ് പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, നല്ല പ്യുവർ ക്ലീൻ വാട്ടർ, ശുദ്ധമായ വെള്ളം, നല്ല വെള്ളം വേണം. അതുപോലെ തന്നെ ഫ്രഷ് എയർ, പിന്നെ പ്രോപ്പർ റെസ്റ്റ് വേണം നമുക്ക് അല്ലെ. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്, പിന്നെ റിക്രിയേഷൻ. കഴിഞ്ഞൊരു കോമെന്റ് കേട്ടോ, റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വിനോദം, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക. ചിലപ്പോൾ സിനിമ കാണാൻ പോകും, പാട്ട് കേൾക്കും, ചില ബുക്സ് വായിക്കും, ചെറിയ യാത്ര പോകും, ചെറിയ പിക്നിക്കുകൾ, ട്രിപ്പ്, അങ്ങനെയൊക്കെ പോകും. റിക്രിയേഷൻ അത് വേണം. ചിലർ കളിക്കും, ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസും, അങ്ങനെ പല രീതിയിലും. സ്ലീപ്പ്, ഉറക്കം, ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് വേണ്ടതാണ്. ഇതെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇതിനെല്ലാം കുറിച്ചുള്ള അവയർനെസ് ആണ് തരുന്നത്. പിന്നെ ബാഡ് ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, പിന്നെ ഡ്രഗ്സ് എടുക്കുക, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഇതിന്റെയൊക്കെ ഈവിൾ എഫക്റ്റ്, അതിന്റെ മോശമായ തലങ്ങൾ, അതിന്റെ സൈഡ്, വശങ്ങളെല്ലാം മനസ്സിലാക്കിക്കുന്നു. പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഡാമേജ് വരെ ഉണ്ടാക്കും ഒരു ഇൻഡിവിജ്വലിന്. അതുപോലെ തന്നെ സൊസൈറ്റിക്ക്. മദ്യപിച്ചെത്തുന്ന ഒരാൾ ഒരു വീട്ടിന് മാത്രമല്ല ചിലപ്പോൾ ശല്യം ഉണ്ടാവുക, ചിലപ്പോൾ ആ നാട്ടിനും കൂടെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിരിക്കും. ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ബ്രെയിനിനെ ബാധിക്കും, ബ്രെയിനിനെ വല്ലാതെ ബാധിക്കും. നോർമലി ബിഹേവ് ചെയ്തിരുന്ന അയാൾ അല്ലാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ ബിഹേവ് ചെയ്ത് ക്രൈംസ് ചെയ്യാം, വയലൻസ് ചെയ്യും. ഇതെല്ലാം അപ്പൊ അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ചും അതിന്റെ അത് മൂലം ഉണ്ടാകുന്ന ബാഡ് ഇമ്പാക്ട്, ഇതെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം, അത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം. കോവിഡ് ഒക്കെ വന്ന സമയത്ത്, കോവിഡ് നിപ്പയുടെ സമയത്തൊക്കെ നമുക്ക് കുറെ അവയർനെസ് കിട്ടിയിരുന്നു. ഗവൺമെന്റ് സൈഡിൽ നിന്നും ലോക്കൽ അതോറിറ്റിക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കുറെ അവയർനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ അസുഖങ്ങളും അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, സെക്സ് ഹൈജീൻ, അതിനെക്കുറിച്ചെല്ലാം ഒരു അവയർനെസ് തരും. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും പ്രധാനമാണെന്നുള്ളതും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടിനകത്തുള്ള ഹൈജീൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീട്ടിലെ എല്ലാവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കുമ്പോൾ വീടിനകത്തുള്ള ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കമ്മ്യൂണിറ്റി ഹൈജീൻ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, നമ്മളുടെ വീടും പരിസരവും മാത്രം വൃത്തിയായി മാത്രം പോരട്ടോ. നമ്മളെല്ലാ വേസ്റ്റ് കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടിടുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന ഒരു ക്രൈം പോലെ തന്നെയാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റി, അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഒരു നാട് മുഴുവനും നന്നാവും. പിന്നെ സെക്സ് ഹൈജീൻ, ഓരോ ആളുകളും അവരുടെ ജീവിത നിലവാരം അനുസരിച്ച് പാർട്ട്ണറോടുള്ള ആ ഒരു അപ്രോച്ചും ആ ഒരു ബന്ധവും, അതിലും ഹൈജീൻ ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് നമുക്ക് അവരുടെ ഏജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനും കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ആവശ്യം. കൊച്ചുകുട്ടികളുള്ള വീട്ടില്, കൊച്ചുകുട്ടികളാണെങ്കിലും ശരി, വലിയ ആൾക്കാരാണെങ്കിലും ശരി, ഒന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു മുറിവുണ്ടായി, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് കെയർ, അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എയ്ഡ്. പൊള്ളലേക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സിവിയർ ആണെങ്കിൽ. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും അതെങ്ങനെ കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കരുതണം, അതിനെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരും. അതുകൂടാതെ ഇപ്പം
വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. നിന്ന് നിൽപ്പിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചു പോവുക എന്നുള്ളത്. അതിന് ഏജൊന്നുമില്ല. ചെറിയ കുട്ടികളും പ്രായമായ ആൾക്കാരും മിഡിൽ ഏജിലുള്ളവരും എല്ലാവർക്കും ഇത് പറ്റുന്നുണ്ട്. അപ്പം അവിടെ കാർഡിയക് അറസ്റ്റ് പോലെ വരുന്നതാണ്. CPR കൊടുക്കാനായിട്ട് എല്ലാരും ഒന്ന് പ്രാക്ടീസ് ചെയ്യും എങ്ങനെയാണ് CPR കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ കറക്റ്റ് ഈ നടുക്ക് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവുകയാണ് ശരിക്കും. അപ്പോഴാണ് ഈ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത്. ഹൃദയത്തിന്റെ പമ്പിങ് ശരിയാവില്ല. എനിക്കറിയാം. അറിയാമോ CPR കൊടുക്കാൻ? നമ്മൾ നിപ്പിളിന്റെ സെൻട്രൽ പോർഷന്റെ കുറച്ച് താഴത്തായിട്ട് എന്താ നമ്മള് കയ്യില്, ഞാൻ ക്യാമറ ഓൺ ആക്കട്ടെ. നമ്മുടെ കയ്യില് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അത് നേരെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. അത് 30 തവണയാണ് കൊടുക്കുക. എന്നിട്ട് വായയില് 2 വട്ടം ശ്വസിക്കുക. നമ്മള് ശ്വാസം കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ അതിങ്ങനെ കൈ നേരെ എങ്ങനെയാണ് ചുളുങ്ങിരിക്കുക, അങ്ങനെയൊന്നും പാടില്ല. നേരെ തന്നെ ആയിരിക്കണം. ഈ ഇതുള്ള എന്നിട്ട് നമ്മളുടെ ഇപ്പന്റെ സെൻട്രൽ പോർഷന്റെ ഈ ഒരു താഴ്ഭാഗത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് കിട്ടി? ഏതെങ്കിലും ഒരു അവയർനെസ് ക്ലാസ് ഒന്നെയാണോ? ഇത് പല റെസിഡൻസ് അസോസിയേഷനിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും ഇപ്പം എല്ലാവർക്കും, ഹോസ്പിറ്റലിലെ എല്ലാ ജോലിക്കാർക്കും അതിന്റെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കൊടുക്കും. എനിക്ക് പരിചയമുള്ളൊരു നഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറയാനായിട്ട്. അപ്പൊ അത് ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. പിന്നെ ഇപ്പോഴേക്കും ബ്ലഡ് ഫ്ലോ നോർമൽ ആവും. പിന്നെ ഇമ്മീഡിയറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ മെഡിക്കൽ ഇതെല്ലായിടത്തും ഹോസ്പിറ്റലുകളുണ്ട്. പണ്ടൊക്കെ പോലെ ഹോസ്പിറ്റലുകൾ കുറവൊന്നുമല്ലല്ലോ. പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസിന് പോകാനുള്ള വഴിയൊക്കെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. ഇതാണ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾക്ക് വേണ്ടുന്ന അവയർനെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ സ്കോപ്പ് പറഞ്ഞു. അപ്പൊ അത് ഏത് ഏരിയയിൽ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അപ്പൊ കുട്ടികൾക്ക് എന്തെല്ലാം അവയർനെസ് അതിൽ നിന്ന് കിട്ടും. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അവയർനെസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അവർക്ക് വലിയൊരു ക്ലാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഏതെങ്കിലും ടീച്ചർ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു? കോവിഡ് സമയത്തായിരുന്നു അത് ഭയങ്കര പോപ്പുലർ ആയത്. കൈ എങ്ങനെ കഴുകണം എന്നുള്ള കുറെ സ്റ്റെപ്സ് ഇല്ലേ, 7 സ്റ്റെപ്പോ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 4 5 7 സ്റ്റെപ്പിലൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാം. ചില ഹോസ്പിറ്റലുകളിൽ അതിന്റെ പിക്ചർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതൊരു ചാർട്ടിൽ വേണമെങ്കിൽ ചെയ്യാം. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ പിക്ചറേ ഉള്ളൂ. സ്റ്റെപ്സ് എന്ന് പറയുന്ന പിക്ചറാണ്. ആ പിക്ചർ നോക്കി കുട്ടികൾ അതുപോലെ തന്നെ ആക്ഷൻ കാണിക്കും. ആക്ഷൻ ഇങ്ങനെ കാണിക്കും. അതിന് അങ്ങനെ ചാർട്ട് പേപ്പറിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇനി അതല്ല, കുട്ടികളെ കൈ പിടിക്കില്ലേ സ്റ്റിക്കില് പ്ലക്കാർഡ്സ് പോലെ, അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് കുട്ടികളെ ഇങ്ങനെ ഓർഡറിൽ, ഇപ്പൊ 7 സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ 7 കുട്ടികളെ ഇങ്ങനെ ഓർഡറിൽ നിർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ആ ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, അങ്ങനെ ഓർഡർ അനുസരിച്ച് ആ പ്ലക്കാർഡ്സ് കൊടുക്കുക. ഇതൊക്കെ സ്കൂളിലെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുമ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം, അടുത്ത 7 പേരെ കൊണ്ടുവന്ന് വീണ്ടും ഇത് ചെയ്യിക്കും. അപ്പൊ ആ ഒരു അവയർനെസ് അവരുടെ ഉള്ളിലേക്ക് കയറും. ഒരു ഹാൻഡ് വാഷിങ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു അവയർനെസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യിക്കാവുന്ന ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ് അവരെ മനസ്സിലാക്കിക്കുന്നു.
ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്. അസുഖങ്ങളും മുറിവുകളും ഒക്കെ വരാതെ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യും. പിന്നെ ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. നിങ്ങളുടെ PDF ഇല്ലാത്തൊരു കാര്യം പറയുവാണ്, പോയിന്റ്സ് ആണ് കേട്ടോ. ക്രോണിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം പല ക്രോണിക് കണ്ടീഷൻസ് ഉള്ള ആളുകളുണ്ട്. അതായത് ഡയബറ്റിക്, തൈറോയിഡ്, പിന്നെ പ്രഷർ, പിന്നെ എന്താ പറയാ, പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള കൊളസ്ട്രോളിന്റെ പ്രോബ്ലം. ഇതൊക്കെ വൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറില്ല. അപ്പൊ അതൊരു കണ്ടീഷനാണ്, അല്ലെ, ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ അത് പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന്റെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഷുഗർ ലെവല്. തൈറോയിഡിന്റെ ഹോർമോണിന്റെ പ്രശ്നം, ഒരു ഹോർമോൺ ടാബ്ലറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, ആ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനുള്ളത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞുതരും, അതിനനുസരിച്ച് ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് മാനേജബിൾ ആണ്. പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലെ കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും നമുക്കത് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, മാറ്റാൻ പറ്റില്ല, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ, ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഇതെല്ലാമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്. എങ്ങനെയാണ് അസുഖങ്ങളും ഇൽനെസ്സും ഇഞ്ചുറീസും പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് നെക്സ്റ്റ് മൂന്നാമത്തത് ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. നമ്മുടെ സ്പേജിലുള്ള ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? അങ്ങനെ ടൈപ്പ് ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഹെൽപ്സ്, ടൈപ്പ് ചെയ്യുന്നുട്ടോ, പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഫസ്റ്റ് ഒരു സെന്റൻസ് കൊടുത്തിട്ട് പിന്നെ ഓരോന്നും how to maintain healthy lifestyle. നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു പറഞ്ഞേ? ഹൗ ടു രുചിയെ പുറപ്പായോ? ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇൻജുറി. വെരി ഗുഡ്. ഇൽനെസ് ആൻഡ് ഇൻജുറീസ്. സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ടൈപ്പ് ചെയ്ത് ചിലപ്പോ. പിന്നെ അടുത്തത് മെയിൻറ്റെയിൻ ക്രോണിക് കണ്ടീഷൻസ്. മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. വെരി ഗുഡ്. ക്രോണിക് കണ്ടീഷൻസ്. നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടുമ്പോ ഇപ്പൊ CPR ക്ലാസ്സിൽ CPR കാണിച്ചല്ലോ, എങ്ങനെയാണ് കൈ പിടിക്കണ്ടേ എന്നുള്ളതും ഏത് ഭാഗത്തായിട്ടത് പ്രസ് ചെയ്യണം എന്നുള്ളതും കാണിച്ചു തന്നല്ലോ. അപ്പൊ അത് ചെയ്യുക എന്നുള്ളത് ഒരു സ്കില്ല് തന്നെയാണ്, അല്ലെ. നമ്മുടെ ആ ഒരു നോളജ് നമുക്ക് അറിയാൻ ചെയ്യാൻ, പക്ഷെ നമുക്ക് ആ ഒരു ഇത് വരുമോ, കറക്റ്റ് വരുമോ എന്നൊക്കെ ഉള്ളത് അതൊരു സ്കില്ലാണ്. കൂടി അയക്കാം, ടൈപ്പ് ചെയ്ത് അറിയിക്കാം. ക്രോണിക് കണ്ടീഷൻസ്. അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ്സിൽ അത് കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണം. അറിയില്ല കേട്ടോ, ചെറുപ്പുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഒന്ന് ബ്രീഫ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് ഇട്ട് വെച്ചേക്കും. നമുക്കൊരു സ്കില്ലും കൂടിയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളൊരു സ്കില്ലാണ്. നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് കറക്റ്റ്
സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യമില്ലല്ലോ. അറിവ് മാത്രമല്ലേ ഇപ്പൊ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾക്കൊരു ഉപകാരം കൂടെ വരണം അല്ലെ. അപ്പൊ ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അതാണ് നമുക്ക് തരുന്നത്. നമുക്ക് ആ നോളജിന്റെ ഒപ്പം തന്നെ ആ സ്കിൽസ്, പെട്ടെന്നൊരു ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് തീരുമാനം എടുത്തത് ചെയ്യാനുള്ള ഒരു സ്കില്ല് അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച കാര്യങ്ങൾ നോക്കുക, ഫ്രേസസ് കളക്ട് ചെയ്തിട്ട് വരിക. നമുക്ക് ക്ലാസ്സിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവര്, സംസാരിക്കാൻ പറ്റുന്നവര് ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ് റൂമിൽ ബ്രീഫിംഗ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് കളക്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റി കൊടുക്കുക. പിന്നെ ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടേക്കുക. എവിടം വരെ എടുത്തു എന്നും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ അവർ ചിലപ്പം PDF വായിക്കും. ചിലപ്പോൾ 1 hour ഇരുന്ന് ക്ലാസ് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരിന്ന് വായിച്ചോട്ടെ. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് ദം. ഓക്കെ ഫ്രണ്ട്സ്, സോ താങ്ക് യു സോ മച്ച്. Thank you, Miss. Ma'am, Thank you. thank you, Miss. Thank you, Miss. Sign out to പറയാൻ. Hi, good afternoon all. Today I am coming here to say thanks speech. First of all, I say thanks to our class ma'am Jisha Miss for holding for the class, and ma'am teach each and every part easily and clearly, and she give a activity to us, that is to collect several phrases that related to health. So you should be all of you should be collect and do it well, and sometimes it will be useful for our future, and so collect maximum. So thank you ma'am for making our class interesting. Then I say thanks to my friends, those who attended today class. Once again, thank you all and have a nice day.